ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അച്ചു, അമ്മ, അസ്നുവേട്ടൻ, ഹെസമോളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഒരു 7 മണിക്ക് ശേഷം കേട്ടോ. അപ്പോൾ ഞാൻ പോയി കുളിച്ച് റെഡിയായി. അങ്ങനെ ഒരു 7:30 ശേഷം ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഫെബ്രുവരി 8 ആണ് കേട്ടോ. അവിടെ എന്താ പറയുക, അമ്പലത്തിൽ തൊഴാനൊക്കെ പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 ദിവസവും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ 3ാമത്തെ ഡേ ആണ് കേട്ടോ. അപ്പോൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അച്ചു ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിത് അമ്പലത്തിലേക്ക് പോയിട്ടോ. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് ഞങ്ങൾ കയറിയില്ല. അമ്മ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം അമ്മേനെ നോക്കി അവിടെ നിന്നു കേട്ടോ. വേഗം വരൂ. എനിക്ക് പോണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണെങ്കിലും അയാനിയും ഷ്യാമേച്ചിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പാടീൻ്റെ അംഗനവാടിയിലെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരങ്ങോട്ട് പോയിട്ടോ. ഞങ്ങളിതാ ബീച്ച് സൈഡിലേക്ക് നടക്കുവാണ്. അസ്നുവേട്ടനും ഹെസമോളും അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പയാണെങ്കിൽ അമ്പലത്തിൽ തൊഴാൻ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു നോക്കാമെന്ന് കരുതി കേട്ടോ. കാരണം നല്ല തിരക്കാണ് അവിടെ. അങ്ങനെ അവിടെ നിന്ന് പോസ്റ്റ് ആകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളിതാ ബീച്ച് സൈഡിലോട്ട് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അമ്പാടി ഇതാ ബോളിൽ ഇങ്ങനെ ലൈറ്റ് കത്തുന്നൊരു സംഭവമാണ് കേട്ടോ. അതിങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങളിതാ ക്ഷേത്രത്തിൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ വരവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആനയും കുറേ എന്തൊക്കെയോ വാദ്യമേളങ്ങളൊക്കെയുള്ള ആ ഒരു വരവില്ലേ, അത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ബീച്ചിൻ്റെ ആ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും ഉപ്പിലിട്ട മാങ്ങയും ചക്കയും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവില്ല, അതൊക്കെ വിൽക്കുന്നുണ്ട്. കുറേ പേര് കഴിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. സമാധാന വലിയ കാര്യത്തിൽ റിങ്സൊക്കെ മേടിച്ച് ഇങ്ങനെ നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. ഒരെണ്ണം പോലും കിട്ടിയില്ല. കണ്ടാൽ സിമ്പിളാണെന്ന് തോന്നുമെങ്കിൽ സംഭവം കട്ടിയാണ് കേട്ടോ. വിചാരിച്ച പോലെ ഒന്നും അങ്ങ് റെഡി ആവത്തില്ല. അങ്ങനെ ഞങ്ങളിത് ലാസ്റ്റ് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും തണുപ്പ് പിടിച്ചിട്ടാണുള്ളത്. എന്നാലും വായ അടച്ച് വെക്കാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എക്സ്പെഷ്യലി ഞാനും അമ്പാടി. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണോന്നറിയില്ല. കുരിയാടി ഉത്സവത്തിൽ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി, നല്ല പുതിയ സാരിയും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ ചൂടി അടിപൊളിയായിട്ടാണ് വരുന്നത്. നമ്മൾ കല്യാണത്തിനൊക്കെ പോവില്ലേ, അതുപോലെ ഒരുങ്ങിയിട്ടാണ് വരുന്നത് കേട്ടോ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നമ്മുടെ ബീച്ച് സൈഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഫുള്ള് ലൈറ്റ്സാണ്, അങ്ങോളം തെളിയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡ് വരെ ഞങ്ങൾ നടന്നു തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീപുരം
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ തൊഴുത് ഞങ്ങളെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ അമ്മനെയും കൂട്ടി നമ്മളിങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പം മുളക ബജിയും അതേപോലെ ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ടായിരുന്നു അവിടെ റെഡിയാക്കി വെച്ചിട്ട്. അങ്ങനെ ഞങ്ങളത് ആ പ്ലേറ്റ്സിൽ ഗോബി മഞ്ചൂരിയും മുളക ബജിയും ഒക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയാണ്.